നമ്മുടെ മാങ്ങ ജ്യൂസ് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ, റെഡി ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാങ്ങ അച്ചാറും അതിൽ നല്ലൊരു സീക്രട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. അവസാനം വരെ വീഡിയോ കാണും കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പച്ചമാങ്ങ കൊണ്ടുള്ള അച്ചാറും പിന്നെ അതുകൊണ്ടുള്ള ജ്യൂസാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇത് ഞങ്ങളുടെ തൊട്ട വീട്ടിലത്തെ മാവാണ്. അവിടെ നിന്നാണ് ഇന്ന് മാങ്ങ പൊട്ടിക്കുന്നത്. നമ്മുടെ വീട്ടിലുണ്ട് മാവ്, അതും കാണിച്ചു തരാം കേട്ടോ. ഇത് നല്ല മൂവാണ്ട മാവാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ. ഇത് നമ്മുടെ വീട്ടിലുള്ള അടീനയും പൂവ് തന്നെയാണ് കേട്ടോ. ഇതുമ്പോൾ 2 തരം പൂവുണ്ടായിട്ടുണ്ട്. ഒന്ന് ഈ മോഡല്, പിന്നെ അതിൻ്റെ തന്നെയാണ് തണ്ട്. കണ്ടോ, ഈ കാണുന്നതാണ് നമ്മുടെ മാവ്. മാങ്ങ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട്, പക്ഷേ ഇലയാണ് കൂടുതൽ. മാങ്ങ ഒന്ന് സൂം ചെയ്താൽ ചിലപ്പോൾ അവിടെ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ പറ്റും. ഇത് വട്ടമാവാണ്. നമുക്ക് അച്ചാറിടാൻ നമുക്ക് ശരിയാവില്ല എന്ന് തോന്നുന്നു. ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ മൂവാണ്ട മാങ്ങയാണ് കൂടുതൽ ഇടാറ്. കാണാണ്ടോ മാങ്ങ ഒരെണ്ണ അതിൻ്റെ ഇടയിലൊക്കെ നിൽക്കുന്നുണ്ട്. പിന്നെ ഇതേ നമ്മുടെ കറമ്പിപ്പെണ്ണ് ഫാമിലി ഇവിടെ ഉണ്ട്. ഇതേ അവരുടെ മക്കള്. നമ്മുടെ മാങ്ങ തൊലി ചെത്തി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ജാറിലോട്ട് ഇട്ടു. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള പുതിന ഇവിടെ ഞാൻ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതും കുറച്ച് വെട്ടി കഴുകി ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്കായ. ഇതിപ്പോൾ നമ്മൾ ഒരു മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഗ്ലാസ് പഞ്ചസാര. അത് നമുക്ക് ആവശ്യത്തിന് ലാസ്റ്റ് വെള്ളം ചേർത്ത് കുടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ആദ്യം നമ്മൾ ഒന്ന് അടിച്ചെടുത്തിട്ട് വന്ന് പെട്ടെന്നൊന്നും അരഞ്ഞ് കിട്ടില്ല. 2 പ്രാവശ്യം അരച്ചെടുക്കണം കേട്ടോ. എന്നാലാണ് നമ്മുടെ സത്ത് കംപ്ലീറ്റ് അതിലേക്ക് വരുള്ളൂ. നമ്മൾ മിക്സിയിൽ അടിച്ചിട്ട് എടുത്ത് വരുമ്പോൾ തന്നെ നല്ല കുറുകിയ ചാറാണ് കേട്ടോ നമുക്കിതിൽ കിട്ടുക. അതിൽ മധുരത്തിനനുസരിച്ച് അത് ചിലവർക്ക് മധുരം കുറച്ചല്ലേ വേണ്ടി വരുള്ളൂ. പോരാത്തതിന് പഞ്ചസാരയൊക്കെ നമ്മൾ കുറവ് കഴിച്ചാൽ മതി. നമുക്ക് വണ്ണം വയ്ക്കുന്ന ഒരു സാധനം കൂടിയാണല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് മധുരം കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് കഴിക്കുക, അല്ലാത്തൊരു കുറച്ച് വെള്ളം കൂട്ടിയിട്ട് കഴിച്ച് നോക്കുക കേട്ടോ. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാനാണ് കേട്ടോ. ഇതൊന്നും നമുക്ക് ഓപ്ഷനിലാണ്. അതിൻ്റെ മുകളിൽ ഒരു നാരങ്ങ നീര് അങ്ങോട്ട് ചേർത്തിട്ട് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്തതാണ് കേട്ടോ. അത് പഞ്ചസാരയിൽ മുക്കിയിട്ട് നമ്മൾ അതുകൊണ്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയല്ലേ. കാണാനൊരു ഭംഗിക്ക് വേണ്ടി ചെയ്തതാണ്. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. ഐസ് ക്യൂബും കൂടി ഇട്ടിട്ട് കഴിച്ചോളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അത് എങ്ങനെ പറയണമെന്ന് അറിയില്ല. മൂവാണ്ട മാങ്ങ ഒന്ന് മൂത്തത് എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. അടുത്തത് നമ്മുടെ അച്ചാറാണ്. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ ചട്ടി വെച്ചു. വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഞാനിവിടെ ആക്കണത്. കടുക് ഇട്ടു. ഇനി കടുക് മേത്തേക്ക് പൊട്ടിത്തെറിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം. കുറച്ച് മഞ്ഞൾപ്പൊടി അതിലിട്ടിട്ട് നമ്മൾ കടുക് ഇടുകയാണെങ്കിൽ നമ്മുടെ മേത്തേക്ക് പൊട്ടിത്തെറിക്കില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അരച്ച് വെച്ചിട്ടുള്ള മിശ്രിതമാണ് നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം അതിലോട്ട് ഇട്ടത്. അതൊരു പച്ചമണം മാറണ വരയ്ക്കും ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ മുളക് പൊടി ഇട്ട് ഒന്ന് മാങ്ങേനെ സെറ്റ് ചെയ്യുക. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഉലുവപ്പൊടി, കായപ്പൊടി ഒക്കെ കൂടി ചേർത്തിട്ട് പിന്നെ നമ്മുടെ വിനാഗിരിയും കൂടി അതിൽ ഒഴിച്ച്, അത് വെള്ളം ചേർത്ത വിനാഗിരിയാണ് കേട്ടോ. അതും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം നമ്മുടെ സ്പെഷ്യൽ സീക്രട്ടായ 1 ടീസ്പൂൺ
പഞ്ചസാര നമ്മളിതിൽ ചേർക്കുക. അടിപൊളി ടേസ്റ്റ് ഉണ്ട് അച്ചാർ. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ അതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ്, പറയണ പോലെ തന്നെയല്ല. ഇപ്പം തന്നെ നമ്മുടെ നാവിലൊക്കെ വെള്ളം വരുന്നുണ്ടാവും അച്ചാർ കാണുമ്പോൾ തന്നെ. അത് എല്ലാ അച്ചാർ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നമ്മുടെ ഇഡ്ഡലിയുടെ ഒപ്പം ഉണ്ടാക്കിയ ചമ്മന്തി ഉണ്ടാക്കിയിട്ട് എൻ്റെ ഫ്രണ്ട്സൊക്കെ നന്നായി എന്നൊക്കെ പറഞ്ഞു. അത് ഒത്തിരി സന്തോഷമുണ്ട് അത് കേട്ടപ്പോൾ തന്നെ. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബൈ ബൈ.